ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും റെയിൽവേയും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർമ്മാണ പുരോഗതി നിരീക്ഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് 30-ന് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് കളക്ടർ. ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തിലുപ്പള്ളി, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. പത്തനാപുരത്ത് സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പോത്തുകൽ സ്വദേശി ടോണി കെ തോമസ് ആണ് മരിച്ചത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റായിരുന്നു മരിച്ച ടോണി ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. തിമിംഗല ഛർദി എന്നറിയപ്പെടുന്ന ആംബർഗ്രീസുമായി 2 പേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. എറണാകുളം പുതുവൈപ്പ് സ്വദേശികളായ പുറക്കിൽ വീട്ടിൽ ജിനീഷ് 39, അഞ്ചുതൈക്കൽ വീട്ടിൽ സൗമിത്രൻ 38 എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 2 കോടി രൂപയിലേറെ മൂല്യം വരുന്ന 1.2 കിലോ ആംബർഗ്രീസ് പിടിച്ചെടുത്തു. വില പറഞ്ഞുറപ്പിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും വഴിയാണ് ഇവരെ പിടികൂടിയതെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിന്റെ ശുചിമുറിയുടെ വേസ്റ്റ് ബിന്നിൽ 4 മാസത്തോളം വളർച്ചയെത്തിയ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാനത്തിന്റെ പുറത്തേക്കും അന്വേഷണം. ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് സ്വാഭാവികമായി അബോർഷൻ സംഭവിച്ചതോ അതല്ല എങ്കിൽ മെഡിസിൻ എടുത്ത ശേഷം അബോർഷൻ സമയത്ത് അത് ഒളിപ്പിക്കാൻ ട്രെയിൻ തിരഞ്ഞെടുത്തതോ ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്ന് ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈയടക്കം ചില പേരുകൾ ചർച്ചയായി. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുമുട്ടി. ബഹിരാകാശ യാത്രയുടെ അനുഭവം ശുഭാംശു വിശദീകരിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ശുഭാംശു പ്രധാനമന്ത്രിയെ കാണിച്ചു. ആക്സിയം 4 ദൗത്യത്തിന്റെ മിഷൻ പാച്ചും ബഹിരാകാശത്ത് കൊണ്ടുപോയ ഇന്ത്യൻ പതാകയും ശുഭാംശു പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി. ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ സ്വാതന്ത്ര്യ പോരാളികളാണെന്ന് ഗൗതം അദാനി പറഞ്ഞു. IIT ഖരഗ്പൂരിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ യുദ്ധരീതികൾ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അധികാര യുദ്ധങ്ങളിലേക്ക് മാറുകയാണെന്നും ഇതിനായുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ കഴിവ് നാളത്തെ നമ്മുടെ ഭാവി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തേജക മരുന്ന് പരീക്ഷണത്തിൽ കുടുങ്ങി മലയാളി അത്ലറ്റ്. ട്രിപ്പിൾ ജംപ് താരം ഷീന NVക്ക് നാഡയുടെ സസ്പെൻഷൻ. ഉത്തേജക മരുന്ന് പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതായി നാഡ വൃത്തങ്ങൾ അറിയിച്ചു. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡൽ നേടിയിരുന്നു. പരിശീലകന്റെ പിഴവാണെന്ന് ഷീനയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. BJPക്ക് നേട്ടം ലഭിക്കാനായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അസാമിലെ ദിമാ ഹസാവോ ജില്ലയിൽ മഹാബല എന്ന സ്വകാര്യ സിമന്റ് കമ്പനിക്ക് 3000 ബിഘ ആദിവാസി ഭൂമി ഖനന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ഗുവാഹത്തി ഹൈക്കോടതി വിമർശിച്ചു. എന്തുകൊണ്ടാണ് സർക്കാർ കമ്പനിക്ക് ഇത്രയും വലിയ അളവിൽ ഭൂമി അനുവദിച്ചതെന്ന് ചോദിച്ച കോടതി സർക്കാർ നടപടി ന്യായീകരിക്കാൻ ശ്രമിച്ച കമ്പനിയുടെ അഭിഭാഷകയോട് പൊതുതാൽപര്യമാണ് കോടതിക്ക് പ്രധാനമെന്നും ഓർമ്മിപ്പിച്ചു. ധർമ്മസ്ഥലയിൽ സമ്മർദ്ദത്തിന് വഴങ്ങി കർണാടക സർക്കാർ ഭൂമി കുഴിച്ചുള്ള പരിശോധന തൽക്കാലം നിർത്തുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ അറിയിച്ചു. ലഭിച്ച മൃതദേഹ ഭാഗങ്ങളുടെ ഫോറൻസിക് ഫലം കാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ. നിയമസഭയിലാണ് സർക്കാർ നിലപാട് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. തുടരന്വേഷണത്തിൽ അന്തിമ തീരുമാനം SITക്ക് എടുക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നഗരത്തിലടക്കം വൻ ഗതാഗത കുരുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നലെ മാത്രം മുംബൈ നഗരത്തിൽ 54 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി. ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയ്ക്ക് ആദരവുമായി ലോക്സഭ. ശുഭാംശുവിന്റെ യാത്ര 140 കോടി ഇന്ത്യക്കാർക്ക് അഭിമാനവും പ്രചോദനവുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രത്യേക ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബഹളം കടുത്തതോടെ ലോക്സഭ നാളേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ കടുത്ത നിരസത്തോടെയാണ് മന്ത്രി ജിതേന്ദ്ര സിംഗ് വിമർശിച്ചത്. സർക്കാരിനോടും BJPയോടും പ്രതിപക്ഷത്തിന് എതിർപ്പ് കാണിക്കാം, പക്ഷേ ശുഭാംശു ശുക്ലയോട് എന്തിനാണ് എതിർപ്പ് എന്ന് ജിതേന്ദ്ര സിംഗ് ചോദിച്ചു.
ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് ചർച്ചയിൽ എസ് ജയശങ്കർ പറഞ്ഞു. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തിനെതിരായ പോരാട്ടം മറ്റൊരു പ്രധാന മുൻഗണനയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ സുസ്ഥിരവും സഹകരണപരവും ഭാവിയിലേക്കുമുള്ള ബന്ധം കെട്ടിപ്പടുക്കാൻ ചർച്ചകൾ സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യയുടെ താൽപര്യങ്ങൾ നിറവേറ്റുകയും ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യുമെന്നും ജയശങ്കർ പറഞ്ഞു. ഫ്ലോറിഡയിലെ ടേൺപൈക്കിൽ ഒരു സെമി ട്രക്ക് നിയമവിരുദ്ധമായി യു-ടേൺ എടുത്തതിനെ തുടർന്ന് ഉണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. അപകടത്തിന് ശേഷം ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർക്ക് നേരെ വ്യാപക വംശീയ അധിക്ഷേപം നടന്നു. സെയിന്റ് ലൂസി കൗണ്ടിയിൽ ടേൺപൈക്കിന്റെ വടക്കുദിശയിലെ ലൈനിലാണ് അപകടം നടന്നത്. ഗ്യാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ വെടിനിർത്തലിനുള്ള പുതിയ കരാർ ഹമാസ് ഭേദഗതികളില്ലാതെ അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് അൽ ജസീറ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനും ധാരണയായി. ഇവരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനാണ് തീരുമാനം. 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായതെന്ന് BBC-യും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തറും ഈജിപ്തും US-ഉം നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഫലം കണ്ടത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഗാസയിൽ താൽക്കാലികമെങ്കിലും വെടിനിർത്തൽ വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. അലാസ്കയിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പ്രസിഡന്റ് പുതിൻ മോദിയുമായി പങ്കുവച്ചതായാണ് വിവരം. വിവരങ്ങൾ കൈമാറിയതിനെ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുതിനോട് നന്ദി പറഞ്ഞു. നയത്തിന്റെയും ചർച്ചയുടെയും ഇന്ത്യ അതാണെന്ന് പറഞ്ഞു. ആഗോളതലത്തിൽ നഗരങ്ങളിലെ പ്രീമിയം വീടുകളുടെ വിലക്കയറ്റത്തിൽ ബംഗളൂരു 4ാം സ്ഥാനത്താണ്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ബംഗളൂരു ആദ്യ 10 ഇടം നിരക്കിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ 25.2% വർധനവ് രേഖപ്പെടുത്തിയ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളാണ് പട്ടികയിൽ മുന്നിൽ. ജപ്പാനിലെ ടോക്കിയോ 2ാം സ്ഥാനത്തും ദുബായ് 3ാം സ്ഥാനത്തുമാണ്. ഹൗസിംഗ് പ്രോപ്പർട്ടികളുടെ വില ഒരു വർഷത്തിനിടെ 10.2% ബംഗളൂരുവിൽ വർദ്ധിച്ചത്. പട്ടികയിൽ മുംബൈ 6ാം സ്ഥാനത്തും ഡൽഹി 15ാം സ്ഥാനത്തുമാണ്. മുംബൈയിൽ 8.7%, ഡൽഹിയിൽ 3.9% ഒരു വർഷത്തിനിടെ വില ഉയർന്നു. നഗരങ്ങളിൽ സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നതും പ്രീമിയം പ്ലോട്ടുകളുടെ ലഭ്യത കുറവുമാണ് ഇന്ത്യയിൽ വില അതിവേഗത്തിൽ ഉയരാൻ കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ മോഹത്തിൽ ലോകത്ത് സമാധാനം വിടരുമോ? 6 മാസത്തിനകം 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 100 കണക്കിന് ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രയേലിലേക്ക് വിട്ടയച്ചത് താനാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും താനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. 2009 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതു മുതലാണ് സമാധാനത്തിനുള്ള നൊബേൽ ട്രംപിന്റെയും സ്വപ്നമായി മാറിയതെന്നും സംസാരമുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി നടത്തുന്ന നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ. സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി പറഞ്ഞ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ സഹായം വേണമെന്നും ആവശ്യപ്പെട്ടു. സെലൻസ്കിയും പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായും എല്ലാം നന്നായി ഭവിച്ചാൽ ഇന്ന് യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുക്രൈനിന്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ തമ്മിൽ ഉഭയകക്ഷി സമാധാന ചർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങിയതായും ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ 3 നേതാക്കളും ഒരുമിച്ചുള്ള ചർച്ചയും നടക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ BJPയുടെ പാവയും വക്താവുമായെന്ന് ആരോപിച്ച് ഇന്ത്യ സഖ്യം രംഗത്ത്. ഇന്നലെ നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതിപക്ഷത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നുവെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഗ്യാനേഷ് കുമാറിനെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയിട്ടുണ്ട്. വോട്ടുകൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തന്നോട് സത്യവാങ്മൂലം ചോദിച്ച കമ്മീഷന്റെ സത്യവാങ്മൂലത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനത പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോഷണം കൈയോടെ പിടികൂടിയെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുമെന്നും ബീഹാറിലെ ഗയയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കും. വസീർഗഞ്ചിലെ പുനാമയിൽ തുടങ്ങി ബർബിഗഹിൽ അവസാനിക്കും വിധമാണ് യാത്രയുടെ പദ്ധതി. CCTVകൾ സ്ഥാപിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്നോ എന്ന് നടൻ പ്രകാശ് രാജ്. വോട്ട് ചോറി ആരോപണം ഉന്നയിച്ച് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രകാശ് രാജ്. പോളിംഗ് ബൂത്ത് വസ്ത്രം മാറുന്ന പൊടിയല്ല, നിങ്ങളുടെ സൗകര്യപൂർവ്വമുള്ള ഒഴിവുകഴിവുകളിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നും ഞങ്ങൾക്കാവശ്യം സുതാര്യതയാണെന്നും പ്രകാശ് രാജ് എക്സിൽ കുറിച്ചു. അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പങ്കുവയ്ക്കണോ എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ചോദിച്ചിരുന്നു. ഇതിനു മറുചോദ്യമായാണ് പ്രകാശ് രാജ് രംഗത്തെത്തിയത്.
CPM-നെ പിടിച്ചുകുലുക്കുന്ന കത്തുചോർച്ചാ വിവാദത്തിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. വ്യവസായി മുഹമ്മദ് ഷർസാദിനെതിരെയാണ് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചത്. പുറത്തുവന്ന കത്ത് രഹസ്യരേഖയല്ല. ഷർസാദ് തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ കത്ത് പങ്കുവച്ചിരുന്നു. തെളിവില്ലാതെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും താൻ ഇപ്പോഴും CPM അംഗമാണെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചു. CPM-ലെ പുതിയ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി ഷർസാദിന്റെ മുൻ ഭാര്യ രത്തീന. ഷർസാദിന്റെ വാദങ്ങൾ തള്ളിയാണ് മുൻ ഭാര്യയുടെ പ്രതികരണം. ഇപ്പോഴത്തെ വിവാദം കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടതാണ്. MV ഗോവിന്ദരും മകരുമായി തനിക്ക് പരിചയമില്ലെന്നും രത്തീന ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. തോമസ് ഐസക് ഇടപെട്ടത് വീടിന് ജപ്തി ഭീഷണി വന്നപ്പോഴാണ്. തോമസ് ഐസക് ഇടപെട്ട സാവകാശം നൽകിയിട്ടും ഷർസാദ് പണമടയ്ക്കാതെ മുങ്ങിയെന്നും രത്തീന ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. CPM കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണ വിധേയനായ ആളെ എല്ലാവർക്കും അറിയാമെന്നും മദ്രാസിലൊരു കമ്പനിയുണ്ടാക്കി അതിലേക്ക് പണം സമാഹരിച്ചിരുന്നുവെന്നും ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ടെന്നും VD സതീശൻ പറഞ്ഞു. CPM-ലെ പരാതി കത്തുചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി MP രാജേഷ്. 4 കൊല്ലമായി വാട്സപ്പിൽ കറങ്ങുന്ന കത്താണിപ്പോൾ വിവാദമാക്കുന്നതെന്ന് MP രാജേഷ് പരിഹസിച്ചു. രാജേഷ് കൃഷ്ണയെ അറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായെന്നും തലക്കെട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. CPM-ലെ പുതിയ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി R ബിന്ദുവും തോമസ് ഐസക്കും. തലശ്ശേരിയിലെ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ എല്ലാം അസംബന്ധമാണെന്നും ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. വിവാദ കത്ത് ചോർന്നു കിട്ടിയെന്നാണ് പറയുന്നത്. ആരോപണം ഉന്നയിച്ചയാൾ തന്നെ മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട കത്തല്ലേ അതെന്ന് ചോദിച്ച് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയെ അറിയാമെന്നും വിളിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്കെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി. പരാതിക്കാരൻ വിജിലൻസിന് നൽകിയ പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ സോട്ടോയെ വിമർശിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മെമ്മോ നൽകി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്നുപറച്ചിൽ നടത്തിയ വിഭാഗ മേധാവിക്കാണ് മെമ്മോ നൽകിയിരിക്കുന്നത്. സോട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടറുടെ വിമർശനം. സംഭവം വിവാദമായതിനു പിന്നാലെ വിഭാഗ മേധാവി ക്ഷമാപണം നടത്തി. സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയില്ല എന്ന് മെമ്മോയ്ക്ക് വിഭാഗ മേധാവി മറുപടി നൽകി. ഡിജിറ്റലും സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജഡ്ജി സുധാംശു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി ഉത്തരവിട്ട സുപ്രീം കോടതി. ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാക്കണമെന്ന് കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിലും വിവാദം. പരിപാടിയിൽ രജിസ്ട്രാറായി പങ്കെടുക്കുക ഡോക്ടർ KS അനിൽകുമാറാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ പരിപാടിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയത്. VC മോഹനൻ കുന്നുമല്ലിനും പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനെ പരിപാടിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല എന്നാണ് വിവരം. കണ്ണൂർ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്ററെ അശോകനെതിരെ നടപടിയുണ്ടായേക്കും. അതിനിടയിൽ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഉണ്ണിത്താൻ വധശ്രമ കേസിലെ മുൻ പ്രതിയും IPS ഉദ്യോഗസ്ഥനുമായ അബ്ദുൾ റഷീദിനെതിരെ പരാതിയുമായി 3 പ്രതികൾ രംഗത്ത്. കേസിന് ഹാജരാകുമ്പോൾ പ്രതികളെയും സാക്ഷികളെയും അബ്ദുൾ റഷീദ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പ്രതികളുടെ പരാതി. ഇപ്പോൾ അഭിഭാഷകനായ അബ്ദുൾ റഷീദ് കേസ് പരിഗണിക്കുമ്പോൾ നിരന്തരം കോടതിയിലെത്തുന്നുവെന്ന് പ്രതികളുടെ പരാതിയിൽ പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും മെയിന്റനൻസ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ശക്തമായ മഴ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾ, അങ്കണവാടി, മദ്രസ, ട്യൂഷൻ സെന്ററുകൾക്കാണ് പാലക്കാട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് MA അബ്ദുള്ള മൗലവി ബാഖവിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. 105-ാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അശമനൂർ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കാലി സ്വദേശിയായ MA അബ്ദുള്ള മൗലവി ബാഖവിയെ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് CP രാധാകൃഷ്ണന്റെ പേരുയർത്തുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയമെന്ന ചതുരംഗത്തിലെ പതിവ് കരുക്കളിലൊന്നാണ് BJP മുന്നിലേക്കു നീക്കിയത്. ജഗ്ദീപ് ധൻഖറിന്റെ ഒഴിവിൽ തമിഴ്നാടിന് പ്രാതിനിധ്യം നൽകാൻ BJP തീരുമാനിച്ചത് അടുത്ത വർഷം അവിടെ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. എന്നാൽ തമിഴ്നാട്ടിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന മുഖമാണോ CP രാധാകൃഷ്ണന്റേത്? ദക്ഷിണേന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യനായി മാറുന്ന കാലത്ത് ഒരു പാൻ ഇന്ത്യൻ സ്ഥാനാർത്ഥിയെയാണ് BJP മത്സരത്തിനിറക്കിയത്.
CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തമിഴകത്തും രാജ്യമൊട്ടാകെയും എന്തൊക്കെയാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് പരിശോധിക്കാം. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ബംഗാൾ ഗവർണറായിരിക്കെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി പലവട്ടം കൊമ്പുകോർത്തിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണറായി പ്രവർത്തിക്കുമ്പോഴാണ് CP രാധാകൃഷ്ണനെ BJP ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത്. രാഷ്ട്രീയത്തിൽ പെൻഷൻ പറ്റുന്നവരെയും പ്രശ്നക്കാരെയും ഒതുക്കാനുള്ള ആലങ്കാരിക പദവിയല്ല ഗവർണർ സ്ഥാനമെന്ന് ഇതിലൂടെ BJP ആവർത്തിക്കുന്നു. ഝാർഖണ്ഡിൽ ഗവർണറായി 2023 നിയമിക്കപ്പെട്ടപ്പോൾ കേവലം 4 മാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സഞ്ചരിച്ച് CP രാധാകൃഷ്ണൻ ജനങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും സംവദിച്ചിരുന്നു. പാർട്ടിക്ക് തൃപ്തികരമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഗവർണർമാർക്ക് വീണ്ടും പ്രമോഷൻ അവസരമുണ്ടെന്നാണ് ജഗ്ദീപ് ധൻഖറിലൂടെയും CP രാധാകൃഷ്ണനിലൂടെയും BJP പറയാൻ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല രാധാകൃഷ്ണന്റെ പ്രവർത്തന മണ്ഡലം. ഝാർഖണ്ഡ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗവർണറായ ശേഷമാണ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാകുന്നത്. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും രാധാകൃഷ്ണൻ അധിക ചുമതല നിർവഹിച്ചിരുന്നു. ഗവർണർ എന്ന ആലങ്കാരിക പദവിയിൽ ഒതുങ്ങാത്ത പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല രാധാകൃഷ്ണൻ പ്രവർത്തന മണ്ഡലം. ഝാർഖണ്ഡ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗവർണറായ ശേഷമാണ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാകുന്നത്. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും രാധാകൃഷ്ണൻ അധിക ചുമതല നിർവഹിച്ചിരുന്നു. ഗവർണർ എന്ന ആലങ്കാരിക പദവിയിൽ ഒതുങ്ങാത്ത പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. 1998-ലും 1999-ലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രാധാകൃഷ്ണന് സംസ്ഥാന BJPയിൽ വലിയ സ്വാധീനമുണ്ട്. 2004, 2014, 2019 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട അദ്ദേഹം ഏറെ നാൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിച്ചു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണനെ BJP പ്രഖ്യാപിക്കുമ്പോൾ അത് തമിഴ്നാടിനുള്ള അംഗീകാരമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ അംഗീകാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും BJPക്കുണ്ട്. കൗമാരം മുതൽ RSSൽ പ്രവർത്തിച്ചാണ് രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. BJPയുടെ ലുക്ക് സൗത്ത് രാഷ്ട്രീയത്തിന്റെ മുഖമായി ഈ തീരുമാനം മാറിയേക്കാം. CP രാധാകൃഷ്ണൻ ഗൗണ്ടർ സമുദായത്തിൽപ്പെട്ടയാളാണ്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ ഇത് BJPക്ക് ഗുണകരമാവും. CP രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയായി ഏകകണ്ഠമായി തിരഞ്ഞെടുക്കണമെന്ന BJP ദേശീയ അധ്യക്ഷന്റെ അഭ്യർത്ഥനയിലെ ലക്ഷ്യമെന്താണ്? ഇന്ത്യ മുന്നണിയിലെ തീരുമാനങ്ങളിൽ കോൺഗ്രസിനൊപ്പം ആദ്യം പിന്തുണ നൽകുന്ന പാർട്ടിയാണ് DMK. തമിഴകത്ത് ഇന്ത്യ മുന്നണിയുടെ കോട്ട കാത്തുസൂക്ഷിക്കുന്നതിൽ സ്റ്റാലിന്റെ പങ്കു വലുതാണ്. പ്രതിപക്ഷത്തെ ചെറു പാർട്ടികൾക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം പോലും സ്റ്റാലിൻ ഉറപ്പാക്കുന്നുമുണ്ട്. തമിഴ്നാട്ടുകാരനായ രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുന്നതോടെ ഇന്ത്യ മുന്നണിയിൽ കുഴപ്പം സൃഷ്ടിച്ചുള്ള മുതലെടുപ്പും BJP ലക്ഷ്യമിട്ടിരിക്കാം. തമിഴ്നാട്ടുകാരനെ പിന്തുണയ്ക്കാൻ DMK ശ്രമിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും. ഇനി ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്ന രാധാകൃഷ്ണനെ പരാജയപ്പെടുത്താൻ DMK കൂട്ടുനിന്നാൽ തമിഴ് വികാരമുയർത്താനും BJPക്കാകും. വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ സുരക്ഷിത നിക്ഷേപമാണ് CP രാധാകൃഷ്ണൻ എന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഈ നീക്കത്തെ ചെറുക്കാൻ ഇന്ത്യ മുന്നണിയും തമിഴ്നാട്ടുകാരനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമോ എന്നതും കണ്ടറിയണം. CP രാധാകൃഷ്ണനെ DMK പിന്തുണ നൽകിയാലും അതിശയപ്പെടാനില്ല. മുൻപും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഭരണകക്ഷി പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷത്ത് അനൈക്യം സംഭവിച്ചിട്ടുണ്ട്. UPA ഭരണകാലത്ത് മഹാരാഷ്ട്ര സ്വദേശി പ്രതിഭ പാട്ടീലിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ NDAയുടെ ഭാഗമായിരുന്നിട്ടും ശിവസേന പിന്തുണ നൽകിയിരുന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മത്സരിച്ചപ്പോഴും അന്ന് പ്രതിപക്ഷത്തായിരുന്ന JDU പിന്തുണ നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന സഭാ സമൂഹങ്ങളും വ്യക്തികളും തനിച്ചല്ലെന്നും സഭ അവരുടെ ഒപ്പം എന്നും ഉണ്ടാകുമെന്നും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്താവിച്ചു. സിറോ മലബാർ സഭയുടെ 33ാമത് മെത്രാൻ സിനഡിന്റെ 2ാം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സിനഡ് നടക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ 52 മെത്രാന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 29-ന് സിനഡ് സമാപിക്കും. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആധുനിക ഇന്ത്യ കൈവരിച്ച പുരോഗതികളെ പ്രസംഗത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു.
സ്വതന്ത്ര ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങൾ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുൾപ്പെടെ അനുസ്മരിച്ച അദ്ദേഹം ക്രിസ്തുക്കൾക്ക് നേരെ രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെ അപലപിക്കുകയാണെന്നും വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ നഷ്ടൈര്യരായി സുവിശേഷ ദൗത്യത്തിൽ നിന്നും നാം ഒരിക്കലും പിന്നോട്ടു പോകാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സഭയുടെ അജപാലന ശൈലിയിലും ക്രമീകരണങ്ങളിലും കാലോചിതമായി സ്വീകരിക്കേണ്ട മാറ്റങ്ങളെയും പരിഷ്കാരങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഇന്നെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ യുദ്ധങ്ങൾ പലപ്പോഴും അദൃശ്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാണെന്ന് വ്യവസായിയും അദാനി ഗ്രൂപ്പ് ചെയർമാനും ഗൗതം അദാനി പറഞ്ഞു. തോക്കുകളല്ല, എന്നാൽ അൽഗോരിതങ്ങളാണ് ഇന്നത്തെ ആയുധങ്ങൾ. ഈ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള നമ്മുടെ കഴിവാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതെന്നും ഗൗതം അദാനി ചൂണ്ടിക്കാട്ടി. എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തരാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഗൗതം അദാനി ചൂണ്ടിക്കാട്ടി. IIT ഖരഗ്പൂരിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത യുദ്ധങ്ങൾ മുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത യുദ്ധങ്ങൾ വരെ എല്ലാത്തിലും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് തയ്യാറെടുപ്പിനുള്ള കഴിവാണ്. കാരണം ഇന്ന് നമ്മൾ പോരാടുന്ന യുദ്ധങ്ങൾ പലപ്പോഴും അദൃശ്യമാണ്. യുദ്ധം നടക്കുന്നത് സെർവർ ഫാമുകളിലും ട്രെഞ്ചുകളിലുമാണ്. ആയുധങ്ങൾ അൽഗോരിതങ്ങളാണ്, അല്ലാതെ തോക്കുകളല്ല. സാമ്രാജ്യങ്ങൾ കരയിലല്ല, ഡേറ്റാ സെന്ററുകളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. സൈന്യങ്ങൾ ബറ്റാലിയനുകളല്ല, മറിച്ച് ബോട്ട്നെറ്റുകളാണ്, ഗൗതം അദാനി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടറുകളുടെ 90% ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും തടസ്സം നേരിട്ടാൽ രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഊർജ്ജ മേഖലയിലും സമാന സാഹചര്യമുണ്ട്. നമ്മുടെ ഡേറ്റ ഇന്ത്യയുടെ അതിർത്തികൾ കടക്കുമ്പോൾ ഈ ഡേറ്റയുടെ ഓരോ ഭാഗവും വിദേശ അൽഗോരിതങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായി മാറുകയാണ്. ഇത് വിദേശ സമ്പത്തിനെ സൃഷ്ടിക്കുകയും വിദേശ ആധിപത്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സൈനിക ആശ്രയിത്വത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നിർണായക സംവിധാനങ്ങളിൽ പലതും ഇറക്കുമതി ചെയ്യപ്പെടുന്നവയാണ്. ഇത് നമ്മുടെ രാഷ്ട്രീയ സുരക്ഷയെ മറ്റു രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു, ഗൗതം അദാനി പറഞ്ഞു. ഗാസയിൽ വെടിനിർത്തലിനായി കൊണ്ടുവന്ന പുതിയ കരാർ ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് വാർത്ത പുറത്തുവിട്ടത്. മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും ആവശ്യപ്പെടാതെയാണ് കരാറിന് ഹമാസ് സമ്മതിച്ചതെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഹമാസ് വൃത്തങ്ങൾ AFPയോട് പറഞ്ഞു. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിന് ഹമാസ് സമ്മതമറിയിച്ചിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ 22 മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കുമെന്നാണ് സൂചന. 60 ദിവസത്തെ പ്രാഥമിക വെടിനിർത്തലാണ് കരാറിന്റെ ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനും മധ്യസ്ഥർ നിർദ്ദേശിച്ചതായി ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ AFPയോട് പറഞ്ഞു. ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടായേക്കാം. 60 ദിവസത്തെ വെടിനിർത്തലിനും തുടർന്ന് ഹമാസ് തടവിലാക്കിയ 10 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഈജിപ്ത് ഖത്തർ നിർദ്ദേശം ഹമാസ് തത്വത്തിൽ സമ്മതിച്ചതായി ദ നാഷണലും റിപ്പോർട്ട് ചെയ്തു. തടവിലായിരിക്കെ മരിച്ച 18 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. കീഴടങ്ങുന്നതിനു പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കാനും അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനും UN മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ പുതിയ നിർദ്ദേശത്തോട് യോജിക്കുമോ എന്ന് വ്യക്തമല്ല. ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയാണ് വേണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ഹമാസ് പ്രതിനിധി സംഘം കൈറോയിൽ ചർച്ചകൾ നടത്തുന്നതിനായി എത്തിയിരുന്നു. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും ദീർഘകാല വെടിനിർത്തലിനെക്കുറിച്ചും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ താൽക്കാലികമായി ആരംഭിക്കാനും പുതിയ വെടിനിർത്തൽ കരാറിൽ നിർദ്ദേശമുണ്ട് എന്നാണ് സൂചന. അതുവരെ മേഖലയിൽ തൽസ്ഥിതി തുടരുമെന്ന് UN രേഖാമൂലമുള്ള ഉറപ്പ് നൽകാനും പുതിയ വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥയുണ്ട് എന്നാണ് സൂചന. ദുഷ്കരമായ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി ബന്ധവുമായി മുന്നോട്ടു പോകുകയാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായുള്ള കൂടായ്ചയിലാണ് ജയശങ്കർ ഇന്ത്യ-ചൈന ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. അതിർത്തിയിൽ സംഘർഷാവസ്ഥ ലഘൂകരിക്കണമെന്നും സമാധാനം നിലനിർത്തുന്നതിനാണ് പ്രാധാന്യമെന്നും S. ജയശങ്കർ കൂടായ്ചയിൽ പറഞ്ഞു. നമ്മുടെ ബന്ധങ്ങളിൽ പോസിറ്റിവിറ്റി നിലനിർത്തുന്നതിന് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും സംയുക്തമായി നിലനിർത്തണം. സംഘർഷം ലഘൂകരിക്കാനുള്ള പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത്യാവശ്യമാണ്. എല്ലാത്തരം ഭീകരവാദത്തിനുമെതിരായ പോരാട്ടത്തിനാണ് ഇനി ഇരു രാജ്യങ്ങളും മുൻഗണന നൽകേണ്ടത്. ഈ വിഷയത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്തുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ന്യായവും സന്തുലിതവുമായ ഒരു ലോകാദൃഷ്ടിയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്.
ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നത്തേക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത മഴയും കാറ്റും കാരണം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്തും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി പ്രഖ്യാപിച്ചത്. അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, കിൻഡർ ഗാർഡൻ, മദ്രസകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ ഇവയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, അഭിമുഖങ്ങൾ, നവോദയ വിദ്യാലയം, റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. എന്നാൽ സ്കൂൾ പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നഷ്ടപ്പെടുന്ന അധ്യയന ദിവസങ്ങൾക്ക് പകരം പ്രവൃത്തി ദിവസങ്ങൾ ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു.